അപ്പോൾ ഗൈസ് നമ്മൾ നിന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിക്കണം. നമ്മൾ ഇനി എവിടെ പോകണമെന്ന് അറിയാം. നമ്മൾ ഇനി ഗുണ്ടൽപേട്ടേക്കാണ് പോകുന്നത്. ഗുണ്ടൽപേട്ടയിൽ നമ്മൾ ഇന്നലെ പോകുന്നില്ല, നിസാർക്കാന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. നിസാർക്ക എവിടേക്കാണ് പോകുന്നത്? ഗുണ്ടൽപേട്ട ഫാം ഹൗസിലേക്ക് പോവാം. ഫാം ഹൗസ് അവിടെ ചെറിയൊരു ഡാം സൈറ്റ് ഏരിയ ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത് തിരിച്ചു വരാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മൂഡ് പിടിക്കാനാണ്. അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്. അവിടെ പോയിട്ട് ഇന്ന് നിൽക്കണല്ലേ, സ്റ്റേ വേണ്ടല്ലോ. എന്താ വെച്ചാൽ മട്ടം പോലെ ചെയ്യാൻ നമുക്ക്. അതിനുള്ള സെറ്റപ്പ് ഇല്ലേ അവിടെ? ഓക്കെ, മട്ടം പോലെ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ കാട്ടുകുടി പോകുമ്പോൾ നമ്മളിപ്പോ കർണാടകത്ത് കടന്നിട്ടോ. നമ്മള് കേരളത്തിൽ നിന്ന് കർണാടക കടന്നു. അതിന്റെ ഒക്കെ വ്ളോഗ് നമ്മൾ വലിയൊരു വ്ളോഗ് തന്നെ എടുത്തിന്. പക്ഷെ എന്താ വെച്ചാല് മൈക്കോൺ ആക്കാൻ മറന്ന്, അതുകൊണ്ട് പോയി. ഇപ്പൊ നോക്കണ്ടോ, 3 അമ്പൊക്കെ ഒപ്പം അടുപ്പിച്ചിട്ടിരിക്കുന്നു കർണാടകക്കാര്. പിന്നെ അത് അവിടെ ഒക്കെ ഇതൊക്കെ ഉണ്ട്, പുല്ലല്ല എന്താ പോയൊക്കെ പോകുന്നുട്ടോ സൈഡ് കൂടി. ആരുടെ? സീതാദേവി കുളിക്കാവുന്ന സ്ഥലം അവിടെ ഏരിയ. സീത അല്ല, ഏത് സീത? നമ്മളെ പഴയ സീതാദേവി ഇല്ലേ, കൃഷ്ണന്റെ വൈഫാണ് സീത. ഇതിൽ കൂടെ കുളിക്കാനും താടി കളിക്കാനും പിന്നെ അതൊക്കെ ദൈവങ്ങളൊക്കെ ഉണ്ടോ? കളിയാക്കല്ല, അത് ഉള്ള തന്നെയാണ്. സീത വന്നാണ് ഇവിടെ, സത്യം കളിയാക്കിയല്ലോ. ഓക്കെ, അപ്പൊ എന്നാ അങ്ങനെ ഉണ്ടോ കാര്യങ്ങള്. നമുക്ക് എന്തായാലും ഇത് കിടിലൊരു റൂട്ടാട്ടോ മുത്തങ്ങ. അതായത് ഇപ്പൊ കണ്ടോ വേറെ തന്നെ ഒരു ആംബിയൻസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോയോക്കട്ടെ ഗൈസ്. നിങ്ങളുണ്ടോ? ഏതാ റോഡൊക്കെ നോക്കണി, റോഡും മറ്റേതും ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ എന്റെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് പോണ പോലെ ഒന്നും കാട്ടി തോന്നരുത് കേട്ടോ. വ്ളോഗിന് വേണ്ടിട്ട് ഓവർ ആക്കണാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നും കരുതരുത്. ഹലോ ഔടാ, നല്ല ക്യൂട്ട്. വേണ്ട നമുക്ക് ഈ വക സംഭവങ്ങളൊക്കെ പേടിയാണ്, പക്ഷെ എന്താ വെച്ചാല് നമ്മളിങ്ങനെ രസത്തിന് വേണ്ടിട്ട് ഇങ്ങനെ കളിയാക്കണം. എന്തായാലേ നമ്മൾ എന്തിനൊക്കെ ഇങ്ങനെ കളിയാക്കണേ. അപ്പൊ നമ്മളങ്ങനെ മുത്തങ്ങ കാട് കഴിഞ്ഞ് ഇപ്പൊ നമ്മള് ഗുണ്ടൽപേട്ട എത്തിയോ? ഗുണ്ടൽപേട്ട എത്തിക്കൊണ്ടിരിക്കണു. അപ്പൊ ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ ഫുള്ള് സൺഫ്ലവർ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വേറെ തിരക്കിലായിരുന്നു. പെരയിൽ എന്തോ ഒരു കൊറിയർ വന്നിട്ട് അതിന്റെ OTP പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പൊ അത് മിസ്സായി. ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ പോയിക്കൊണ്ടിരിക്കണേ ഇവിടെ ഈ റോഡ് കഴിഞ്ഞാൽ തന്നെ, മുത്തങ്ങ കഴിഞ്ഞാൽ തന്നെ ഒരു ഡാം ഉണ്ട്. കർണാടക സ്റ്റേറ്റ് കഴിഞ്ഞ പാടെ തന്നെ നമുക്കൊരു ഡാം ഉണ്ട്. അത് കാണാൻ വേണ്ടിട്ട് പോവാണ്. കക്കൽ തോണ്ടി അങ്ങനെ ലൊക്കേഷൻ ഇട്ടാൽ മതി. ലൊക്കേഷന്റെ ആവശ്യമൊന്നുമില്ല, നമ്മളെ റോഡല്ലേ. അങ്ങനല്ലേ, അറിയാത്ത ആൾക്കാർക്ക് അറിയില്ലല്ലോ. കക്കൽ തോണ്ടി ഡാമിന്ന് ലൊക്കേഷൻ ഇട്ടായിട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഡാമിക്ക് കാണാൻ പറ്റും. നിങ്ങൾ പോണോലുണ്ടെങ്കിൽ പോയിക്കോളി. അപ്പൊ ഗൈസ് നമ്മൾ കക്കൽ തോണ്ടി ഡാം എത്തിക്കണം. നിങ്ങൾ വയനാട്ടിൽ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ, മുത്തങ്ങ വഴി വരികയാണെങ്കിൽ, കർണാടകം കടക്കാൻ പ്ലാൻ ഇല്ലോലാണെങ്കിൽ, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകാൻ പ്ലാൻ ഇല്ലോലാണെങ്കിൽ, ഒരു പണി ഇല്ലാത്തോലാണെങ്കിൽ വെറുതെ ഇങ്ങോട്ട് വന്നാൽ ഒരു ഡാമൊക്കെ ഇങ്ങനെ കാണാം. ഇവിടെ ഇങ്ങനെ ഒരു അടിപൊളി ഡാമാണ്. പക്ഷെ ഇതേപോലെ ഒരു മൂഞ്ചലുണ്ട്, പക്ഷെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോ ഇവിടെ ചെറുക്കൻ കുറുകല്ലാണ്. അതിന്റെ അവസ്ഥ സുഹൃത്തെ ഗേൾഫ്രണ്ട് അല്ല, എൻ്റെ കൂടെ +2 പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ഓൾക്ക് എന്നോട് സംസാരിക്കുമ്പോൾ ഓൾ ഇങ്ങനെ വിളിച്ചു എന്നോട്. അപ്പോൾ ഞാൻ കുറച്ച് മറ്റേ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ എല്ലാവർക്കും സാബൂന മതി എല്ലാവർക്കും. അപ്പൊ ഗൈസ് നമ്മള് മുത്തങ്ങ ആയിട്ട് നമ്മള് ഗുണ്ടൽപേട്ട പോണ വഴിക്ക് ടോൾ കഴിഞ്ഞ പാടെ ലെഫ്റ്റ് കൂടി ഒരു റോഡ് ഉണ്ട്. അതിൽ കൂടി വന്ന ഇവിടെ ഒരു ഫാം ഉണ്ട്. അപ്പൊ ആ ഫാമൊക്കെ വന്ന് കാണും. ഇവിടെ മുന്തിരി ഫാമാണ് ശരിക്ക്, മുന്തിരി തോട്ടമാണ് ശരിക്ക്. പക്ഷെ മുന്തിരി ഇപ്പൊ സീസൺ അല്ലാത്തോണ്ട് അതിലുമല്ല. പക്ഷെ ഇപ്പൊ സപ്പോട്ട, പൊമഗ്രാനൈറ്റ് അങ്ങനത്തെ എന്തൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടോക്കാം എങ്ങനെ ഉണ്ടാവും. സെറ്റ് ആവൂലേ? ഇത് നമ്മളെ ചെറി നല്ല പൗത്തായിട്ട് ചെറി ഉണ്ട്. പിന്നെ പോരാത്തതിന് ഇതാ പൊമഗ്രാനൈറ്റ്, മാതള നാരങ്ങ. ഇതുണ്ടോ മാതള നാരങ്ങയാണിത്. ഇതൊക്കെ മനസ്സിലാ, മാതള നാരങ്ങ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പല വെറൈറ്റീസ് ഓഫ് മാങ്ങകളുണ്ട്. മാതള നാരങ്ങ വീണ്ടും ഉണ്ട്. അതെന്തിനാ വീണ്ടും കടിച്ചത്? അപ്പൊ പോരി, നമുക്ക് ഇനി വേറെ എന്തൊക്കെ ഇല്ല നോക്കാം നമുക്ക്. പിന്നെ അതാ ചെറിയ ഓറഞ്ച് ഉണ്ട്, ഓറഞ്ചുകളുണ്ട്, കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതുപോലെ കൃഷി ചെയ്യണാണോ അതോ അതിന് 4 മരത്തുമ്പോ കിട്ടിയിട്ട് എന്താവാനാ? കൊറേ ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ വെറുതെ ഒന്ന് വെച്ചാൽ കേട്ടോ. വേറെ കുറെ ഉണ്ട് ഇത്ര. പിന്നെ വേറെ എന്തായാലും ഇവിടെ ഒന്നും ഇല്ലല്ലേ വേറെ. എന്നാൽ നമുക്ക് അപ്പുറത്ത് സപ്പോർട്ട് ഉണ്ട്, അത് നമുക്ക് പോയേക്കാം. അപ്പൊ ഗൈസ് ഇന്ന് നോമ്പറക്കുമ്പോൾ വെള്ളം കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാരങ്ങ പൊട്ടിച്ചിരിക്കണ്. നാച്ചുറൽ നാരങ്ങ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അവിടുന്ന് വന്നിട്ട് നമ്മളിപ്പോ ഇനി സപ്പോട്ട തോട്ടത്തേക്കാണ് വന്നിക്കണത്. ഇവിടെ നിറച്ച് സപ്പോട്ടയാണ്, സപ്പോട്ട മരങ്ങളാണ്. ഇപ്പൊ ആകെ ഇവിടെ നിലവിലുള്ളത് സപ്പോട്ട മാത്രമേ ഉള്ളൂ. അതായത് ആ ഒരു സീസൺ എന്ന് പറയാൻ സപ്പോട്ട മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അതിന്റെ ഓഫ് സീസൺ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ഇനി അടുത്തതായിട്ട് പോകാൻ പോണത് മുന്തിരിത്തോട്ടത്തേക്കാണ്. മുന്തിരിത്തോട്ടം കാണാത്തൊരു കണ്ടോളി. ഇതാണ് മുന്തിരിത്തോട്ടം. ഞാൻ ആകെ പാട്ടുകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. മുന്തിരി പാടം പൂത്തു നിന്നെ കൊണ്ടുപോവാ. മുന്തിരിത്തോട്ടത്തിൽ നിറച്ച് വള്ളിയാണ്, ഒരൊറ്റ മുന്തിരി പോലും ഇല്ല. മുന്തിരിത്തോട്ടാണ്, പക്ഷെ മുന്തിരില്ല. ഇവിടൊക്കെ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നല്ല പൗത്ത മുന്തിരിയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക?
തൂങ്ങി നിൽക്കും. താങ്ങി നിൽക്കുന്ന കൊലകളെ തൂക്കി നിർത്താൻ ഗായ്സ് മുന്തിരിത്തോട്ടം ഉണ്ട്, പക്ഷെ അതൊന്നും കൊലയില്ല. ഇതുണ്ട്, കൊലുണ്ട്, മുന്തിരിയില്ല. അപ്പൊ നമ്മൾ വയനാട് മുത്തങ്ങ എന്നൊക്കെ വെറുതെ വരുമ്പോൾ ഗുണ്ടൽപേട്ടൊക്കെ പോകില്ല, അല്ലെങ്കിൽ മൈസൂരൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ ഫാം ഹൗസും അതൊക്കെ ഇഷ്ടേക്കാരം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് പെരക്കാരൊക്കെ കൊടുത്തിട്ട് ഒന്ന് ചില്ലാക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടേക്ക് അലൗഡ് ആണോ, കുറച്ച് കഴിയുമ്പോൾ അലൗഡ് ആവും, കാരണം ഇവിടെ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പക്ഷെ ഇതുമ്പോൾ ഒന്നും ഇല്ലടാ. പക്ഷെ ഇതുമാതിരി ചെറിയൊരു ഇതുണ്ട്. കൊലമുടിക്കണോ കാട്ട് ഗായ്സ്. നമ്മൾ പോണ വഴിക്ക് നമ്മൾ ചെമ്മരിയാടിനെ കണ്ട് ഇത് കൂടി ഒക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോ നമ്മളെ മൂപ്പര ഫ്രണ്ടിന്റെ വേറൊരു ഫാം ഹൗസിലേക്കാണ് പോണത്. അപ്പൊ അവിടേക്കാണ് പോണത്. അപ്പൊ ആ പോണ വഴിയാണിത്. ഫുള്ളൊരു ഗ്രാമത്തിൽ കൂടി ആയിട്ട് പോണത്. ഫുള്ള് വിജനമായ പാടങ്ങളാണ്, കർണാടക പാടങ്ങൾ. അപ്പൊ ഒരു വേറെ തന്നെ വൈബാട്ട ഈവനിങ് ഇത് കൂടി പോവാന്. പശുക്കളുണ്ട്, ഫുള്ള് ഫാമാണ്, സെറ്റാണ്, അടിപൊളിയാ. പിന്നെ പോണ വഴിക്ക് ഇതാ മറ്റേ എന്താ കാളവണ്ടിയൊക്കെ ഉണ്ട്. കാളവണ്ടിയിലൊക്കെ ഇവിടുത്തെ ലോറി ഇതൊക്കെ ഇവിടുത്തെ കാളവണ്ടി തന്നെയാണ്. നോക്കുകയാണെങ്കിൽ കാളവണ്ടിയിലാണ് ഇവിടുത്തെ ഗൂഡ്സ് മാതിരിയാണ് മണ്ണൊക്കെ കൊണ്ടുപോകണം അല്ലേ. ഹായ് അണ്ണാ, ഹായ് ഗൈസ്. നമ്മൾ പോണ വഴിക്കൊന്ന് വെറുതെ ഒന്ന് വണ്ടി നിർത്തി ഇറങ്ങിയാണ്. ഇവിടെ നമുക്ക് ഉള്ളിത്തണ്ടൊക്കെ ഉണ്ട്, കണ്ടോ? ഉള്ളി ഇതൊക്കെ ഉള്ളി കൃഷി കേട്ടോ, ഇതൊക്കെ ഉള്ളി കൃഷിയാ. അക്കമാരിതാ ഉള്ളി കൃഷി നടത്തുകയാണ്. വൃത്തിയുള്ള ഉള്ളി അല്ലേ? എന്റെ അമ്മ ഒന്നും കാണണ്ടത്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ നമ്മളെ ഫാം ഹൗസിൽ എത്തിക്കണ്. ഇവിടെ വന്നേക്കന്നെ ഒരു കിഡിലൊരു നായുണ്ട് ബ്രോ, ഒറ്റക്കാല് പൊക്കിക്കുണ്ട്, പേടിയാണ് കേട്ടോ അതിന്. ഈ നായ്ക്ക് എന്താ ശരീരത്തിനത്തെ സൗണ്ട് അല്ലല്ലോ, ഒരു കോഴിക്കുട്ടികളെ സൗണ്ട്. എന്നാ പെടും. അപ്പൊ നമ്മൾ ഈ പെരും 4 പുറം ചുറ്റും പാടം ഒക്കെ കടന്നു വന്നിട്ട് കുറച്ചൊരു മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ വന്നിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ, പ്രൈവസി ഉള്ള ഒരു സ്ഥലം. അങ്ങനെ നമ്മളെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു കിഡിലൊരു ഒരു ട്രീ ഹൗസ് കാണുന്നുണ്ട്. നമുക്ക് അതാണ് പോയേക്കാം. വരി ഇവിടെ തന്നെ ഒരു ശാന്തത, ഒരു സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. വെയിലൊന്നുമില്ല, ഒരു തണലില്ല, ഒരു നല്ലൊരു കാറ്റൊക്കെ ഉള്ളൊരു പാടം. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് പാടങ്ങള്, അതിന്റെ ഇടയിൽ കൂടി നല്ല പച്ചപ്പുള്ള പുല്ല്, ഇവിടെ ഒരു ട്രീ ഹൗസ്. ഏത് മൂഡ് കണ്ടോ നമുക്ക് അത് ഇങ്ങനെ ആടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഗായ്സ് സൂപ്പർ വാ ഇപ്പൊ കോണിമലാണുള്ളത്. നമ്മൾ കയറാൻ പോവാണ് ഇതിന്റെ മുകളിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ട്രീ ഹൗസ് മേലേക്കൊക്കെ കയറുന്നത്. ഇതൊരു ആലാണ്, ഇതാലാണ് നിസാർക്ക, ഇതാല ആലുമല്ലൊരു ട്രീ ഹൗസ്. നമുക്ക് എന്തായാലും കയറി വെക്കാം. അങ്ങനെ ഗായ്സ് നമ്മൾ ട്രീ ഹൗസിന്റെ മുകളിൽ കയറിയിരുന്ന് ഇത് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടോ ഫുള്ള് പാടം, വേറെ തന്നെ ഒരു വൈബ്. പക്ഷെ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പള്ളി പോയിട്ട് നോമ്പറക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, യൂട്യൂബിൽ എടുത്തില്ല, ഇൻസ്റ്റാഗ്രാമിൽ എടുക്കുന്നുണ്ട്. കാരണം കണ്ടമാന ആൾക്കാരല്ല, അപ്പോൾ നമ്മൾ മോശമാണ് നോമ്പറക്കല്ലേ. അപ്പോൾ നമ്മളിനി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോണത് ഹോട്ടൽ മുക്താർക്ക് ഇരിക്കണ നോക്കുകയാണെങ്കിൽ ഏറെ മാസിലെ സീരിയസാണ്. ഗൈസ് നമ്മൾ മുക്താറാക്കാൻ്റെ കടയിൽ നിന്ന് നമ്മൾ നല്ല കുഷ്കി കാടൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ പോകുന്നത്. ഇനി നമ്മൾ നേരെ വയനാടിൻ്റെ പോയിട്ട് നമ്മൾ ഇന്ന് അവിടെ നിന്ന് ഉറങ്ങിയിട്ട് നേരത്തെ രാവിലെ നീച്ചിട്ട് തന്നെ രാവിലെ നേരെ ഇവിടെ പോകും, എവിടേക്ക് നാട്ടിൽ പോകും. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബാക്കി നാളെ